Hi friends, once again welcome back to EduTutor. IGNOU യൂണിവേഴ്സിറ്റിയുടെ MG 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള രാജാറാം മോഹൻ റോയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. Rajaram Mohan Roy is often called the father of the Indian Renaissance because he played a huge role in shaping India's social, intellectual and literary landscape. He was a pioneer in using English to discuss serious issues like social reform, women's rights, and education, making it a powerful tool for Indian voices. സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള രാജാറാം മോഹൻ റോയ് അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ദ ഇന്ത്യൻ റിനൈസൻസ് എന്നാണ്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെറുതൊന്നുമല്ല, വലിയ തോതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയറിലായാലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ വർക്ക് ആവട്ടെ, ഇൻ്റലക്ച്വൽ ലിറ്റററി ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ ലിറ്റററി വർക്ക് അദ്ദേഹം ധാരാളം ചെയ്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം മുഖേനയാണ് ധാരാളം മാറ്റങ്ങൾ തന്നെ ഇന്ത്യയിൽ വന്നതുപോലും. അതിന് ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള സോഷ്യൽ റിഫോമിന് ഉത്തമ ഉദാഹരണമാണ് സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയുടേത്. അതുപോലെ അവരുടെ എഡ്യൂക്കേഷൻ, അതിപ്പോൾ സ്ത്രീകളുടേത് തന്നെയല്ല, ഇന്ത്യയിലെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആകണം എന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യയുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. One of his biggest contributions was challenging the practice of sati, where widows were forced to burn themselves on their husband's funeral pyre. He wrote extensively against it, and his efforts led to the abolition of sati in 1829. He also advocated for women's education, property rights, and widow remarriage. റോയുടെ പേര് പറയുമ്പോൾ തന്നെ, രാജാറാം മോഹൻ റോയുടെ പേര് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് സതി നിരോധിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. സതി പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിതയിലോട്ട് ഭാര്യയെ എടുത്ത് ചാടുന്ന ഒരു കസ്റ്റമായിരുന്നു അത്. അപ്പോൾ അതിനൊക്കെ എതിരെ അത് അബോളിഷ് ചെയ്യാനായിട്ട് സഹായിച്ചൊരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ അത് 1829 കേട്ടോ. അതുപോലെ വിമൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവരുടെ പിന്നെ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ വിമൻസിന് വേണ്ടി തന്നെയാണ്. വിമൻസിൻ്റെ എഡ്യൂക്കേഷൻ, അവർക്ക് പ്രോപ്പർട്ടി ലഭിക്കാനായിട്ട് പ്രോപ്പർട്ടി റൈറ്റ്സ്, അതുപോലെ വിഡോസ് റീമാരേജ് ചെയ്യണം, വിവാഹം കഴിക്കണം എന്നും ഇദ്ദേഹം വാദിച്ചിരുന്നു. Roy's writing style was clear, logical and engaging, setting a precedent for future Indian writers in English. He used English to bridge Eastern and Western thought, influencing later writers like Gandhi, Nehru and Ambedkar. റോയുടെ റൈറ്റിംഗ് സ്റ്റൈൽ വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി, നെഹ്റു, അംബേദ്കർ അതുപോലെ ധാരാളം റൈറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കൂടി കഴിഞ്ഞു. He was also a pioneer of Indian journalism, founding journals like the Brahmanical Magazine and Sambat Kaumadi. These publications gave a platform for public opinion and helped shape India's intellectual discourse. അതുപോലെ തന്നെ റോയ് ഒരു പയനിയർ ഇന്ത്യൻ ജേർണലിസത്തിൽ ധാരാളം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജേർണൽസാണ് ബ്രഹ്മാനിക്കൽ മാഗസീനും സമ്പത്ത് കൗമുദിയും. ഈ രണ്ട് വർക്കുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ, ആ ഒരു പ്ലാറ്റ്ഫോമാണ് പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്ത്യയെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള സോഷ്യലി എങ്ങനെ അവർക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എഴുതിയ രണ്ട് മാഗസീനുകളാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇത് പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.